ആലപ്പുഴയിൽ അസാധാരണ വൈകല്യവുമായി കുഞ്ഞ് ജനിച്ച സംഭവം. അന്വേഷണത്തിന് 2 സമിതികൾ വേണ്ടെന്ന് തീരുമാനം. ആരോഗ്യമന്ത്രി രൂപീകരിച്ച വിദഗ്ധ സമിതിയും ജില്ലാതല സമിതിയുമായിരുന്നു മുൻപ് അന്വേഷണത്തിനായി ഉണ്ടായിരുന്നത്. ഇതിൽ ജില്ലാതല അന്വേഷണ സമിതിയെയാണ് പിരിച്ചുവിട്ടത്. വിദഗ്ധ സമിതി മാത്രമായിരിക്കും ഇനി അന്വേഷണം നടത്തുക. 2 സമിതികൾ ഒരേ കേസ് അന്വേഷിച്ചാൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ വ്യത്യസ്തത ഉണ്ടെങ്കിൽ വിവാദമുണ്ടാകുമെന്ന കാരണത്താലാണ് ഒരു സമിതിയെ പിരിച്ചുവിടാൻ തീരുമാനിച്ചത്. ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. പരാതിയിലുണ്ടായിരുന്ന സ്കാനിംഗ് നടന്ന 2 ലാബുകളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ലാബുകൾക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. സംഭവത്തിൽ ലാബുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്കാനിംഗിൽ കുഞ്ഞിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ തിരിച്ചറിയാനായില്ല. സ്കാനിംഗിന് ശേഷമുള്ള വിവരങ്ങൾ ലാബ് അധികൃതർ കളഞ്ഞതായും ആരോഗ്യവകുപ്പ് കണ്ടെത്തി. അനീഷ് സുർമി ദമ്പതികൾക്ക് കഴിഞ്ഞ ദിവസം ജനിച്ച കുഞ്ഞിനാണ് അസാധാരണ വൈകല്യങ്ങളുള്ളത്. കുഞ്ഞിന്റെ മുഖം സാധാരണ രൂപത്തിലായിരുന്നില്ല. സ്ഥാനം തെറ്റിയ കണ്ണുകളും ചെവിയും, തുറക്കാൻ കഴിയാത്ത വായും ഹൃദയത്തിന് ദ്വാരവുമായിരുന്നു കുഞ്ഞിനുണ്ടായിരുന്ന വൈകല്യം. സംഭവത്തിൽ ആലപ്പുഴ അമ്മയും കുഞ്ഞും ആശുപത്രിക്കെതിരെയും സ്കാൻ ചെയ്ത മിഡാസ്, ശങ്കേഴ്സ് എന്നീ ലാബുകൾക്കെതിരെയുമാണ് കുടുംബത്തിന്റെ പരാതി. ഗർഭകാലത്തെ സ്കാനിംഗിൽ കുട്ടിയുടെ വൈകല്യങ്ങൾ ഡോക്ടർമാർ അറിയിച്ചില്ലെന്നാണ് ദമ്പതികളുടെ പരാതി. 7 തവണ സ്കാൻ ചെയ്തെന്നും വൈകല്യങ്ങളുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞില്ലെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗൈനക്കോളജിസ്റ്റുമാരായ ഡോക്ടർ ഷെർലി, ഡോക്ടർ പുഷ്പ എന്നിവർക്കെതിരെയും സ്വകാര്യ ലാബിലെ 2 ഡോക്ടർമാർക്കെതിരെയുമാണ് ദമ്പതികൾ പരാതി നൽകിയിരുന്നത്. സ്വകാര്യ ലാബിൽ പരിശോധനകൾ നടത്തിയത് ഡോക്ടറുടെ അഭാവത്തിലെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. രഹസ്യമായുള്ള അന്വേഷണത്തിലാണ് ഡോക്ടർ ഉണ്ടായിരുന്നില്ലെന്ന കണ്ടെത്തൽ. ഡോക്ടറുടെ ഒപ്പും സീലും റിപ്പോർട്ടിൽ നൽകിയിട്ടുണ്ടെന്നും പോലീസ് കണ്ടെത്തി.